നമസ്കാരം. സുരേഷ് ഗോപി പറഞ്ഞ വാക്ക് ഓരോന്ന് പാലിക്കുകയാണ്. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിക്ഷേപകർക്കുണ്ടായ നഷ്ടങ്ങൾ കംപ്ലീറ്റ് നികത്തിയെടുക്കുമെന്നും ആരൊക്കെയാണോ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ആ തട്ടിപ്പ് നടത്തിയ ആൾക്കാരെ മുഴുവൻ അകത്താക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. മാത്രമല്ല അവരിൽ നിന്ന് പണം തിരിച്ചു പിടിച്ച് നിക്ഷേപകർക്ക് നൽകുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ഭാഗം നടക്കുകയാണ്. ഇന്നലെ 29 കോടി രൂപയുടെ സ്വത്തുവകകളും ബാങ്ക് അക്കൗണ്ടുകളുമാണ് മരവിപ്പിക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്തിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് നടത്തുന്ന നടപടികൾ വളരെ സാവകാശമാണ്. എന്നാൽ മറുഭാഗത്ത് സുരേഷ് ഗോപിക്ക് തടയിട്ടിട്ടുമുണ്ട്. എന്താണ് സുരേഷ് ഗോപി തടയിട്ടുള്ളത്? ഇതിലെ മുഖ്യപ്രതികളായ AC മൊയ്തീനെയോ MK കണ്ണനെയോ MM വർഗീസിനെയോ ഒന്നും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെയും അതേപോലെ ജാർഖണ്ഡിൽ സോറനെയും അടക്കം മുഖ്യമന്ത്രിമാരെ അടക്കം അറസ്റ്റ് ചെയ്തിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് പിന്നെ ആരാണ് തടസ്സമായി നിൽക്കുന്നത്? ഇതിലെ യഥാർത്ഥ മുഖ്യപ്രതിയായി വരേണ്ട പിണറായി വിജയനും മകളും അതേപോലെ EP ജയരാജനും അതേപോലെ തന്നെ MK കണ്ണനും കൂടാതെ AC മൊയ്തീനുമെല്ലാം മുഖ്യപ്രതികളാണെന്നിരിക്കെ അവരിലേക്ക് എന്തുകൊണ്ടാണ് അന്വേഷണം നീങ്ങാത്തത്? എന്തുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാത്തത്? ഇപ്പോൾ സ്വത്തുവകകൾ കണ്ടുകെട്ടി എന്ന് പറയുമ്പോൾ തന്നെ ആരാണോ അതിൽ പ്രധാനിയായിട്ടുള്ള അവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ്? നേരത്തെ AC മൊയ്തീനെ ഒരു കൊല്ലം മുമ്പ് ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് 60 ലക്ഷം രൂപയുടെ ബാങ്ക് ഇടപാടുകളുടെ ഡോക്യുമെൻറ്റ്സ് എടുക്കുകയും ആ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ആ ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിലും അതിൽ യഥാർത്ഥ പ്രതിയായ AC മൊയ്തീനെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ്? സുരേഷ് ഗോപിയുടെ വ്യക്തമായ ലക്ഷ്യം തൃശ്ശൂർ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. തൃശ്ശൂർ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വെറും 7 നിയോജക മണ്ഡലമല്ല, അതേ പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ട 7 നിയോജക മണ്ഡലമല്ല, തൃശ്ശൂരിലെ 13 സീറ്റുകളും പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് തൃശ്ശൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ ഒന്നടങ്കം ഈ എൻഫോഴ്സ്മെൻറ്റിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് അതിലെ പ്രമുഖ നേതാക്കന്മാരെ ഉപയോഗിച്ച് തൃശ്ശൂരിലെ പാർട്ടിയെ മൊത്തം BJPയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഓപ്പറേഷനാണ് നടക്കുന്നത്. ഓപ്പറേഷൻ താമര തൃശ്ശൂർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ തന്ത്രത്തിൽ അത് കരുവന്നൂർ ബാങ്ക് മാത്രമല്ല 13ഓളം ബാങ്കുകളിൽ നടന്ന എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡും അതേപോലെ അവിടെ ഉണ്ടായുള്ള തട്ടിപ്പുകളുമാണ് ഉപയോഗിക്കുന്നത്. ഈ 13 ബാങ്കുകളിലെ വൻ തട്ടിപ്പിലെല്ലാം തന്നെ 90% മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആ മാർക്സിസ്റ്റ് പാർട്ടിയെ തങ്ങളുടെ കൈവശം കൊണ്ടുവന്ന് കൈപ്പിടിയിൽ ഒതുക്കി അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി ഘടകങ്ങളെ ഒന്നടങ്കം സമ്മർദ്ദത്തിലാക്കി അവിടെയുള്ള അണികളെ മുഴുവൻ BJPയിൽ എത്തിക്കുക എന്നുള്ള തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. എന്നാൽ ഇതുവരെ ആ തന്ത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്നലെ 29 കോടി രൂപയുടെ സ്വത്തുവകകളും അതേപോലെ ബാങ്ക് അക്കൗണ്ടുകളും എല്ലാം മരവിപ്പിച്ചത്. അതിൽ പ്രധാനപ്പെട്ടത് അവിടുത്തെ സെക്രട്ടറിയായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസിൻ്റെ പേര് രജിസ്റ്റർ ചെയ്ത പുറത്തുശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റിയുടെ സ്ഥലവും കെട്ടിടങ്ങളുമാണ്. ഇതേപോലെ 8 ബ്രാഞ്ച് കമ്മിറ്റികളുടെയും 2 ജില്ലാ കമ്മിറ്റികളുടെയും 10 അക്കൗണ്ടുകളാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്, സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാം ഈ പണമെല്ലാം തന്നെ ഉപയോഗിച്ച് ഇതെല്ലാം കിട്ടിയിരിക്കുന്നത് 73 കോടി ലക്ഷം രൂപയുടേതാണ് മരവിപ്പിച്ചത്. ഇതിന് കാരണമായിട്ടുള്ളത് ഈ കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർക്ക് CPMന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. ആ രഹസ്യ അക്കൗണ്ടിലേക്ക് ഈ കരുവന്നൂർ ബാങ്കിൽ നിന്ന് പണം വന്നിരുന്നു. അത് ഈ കച്ചവടത്തിൻ്റെ ഭാഗമായി ഈ ഇടപാടിൻ്റെ ഭാഗമായുള്ള കമ്മീഷനായിട്ടാണ് CPMന് ഈ പണം വന്നിരുന്നത്. ആ പണം വന്ന അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം ഏകദേശം 150 കോടിയോളം രൂപ വിദേശത്തേക്ക് കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഉള്ള ഇടപാട് വഴി ലോൺ എടുത്തത് വഴി ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ ട്രാൻസ്ഫർ ചെയ്ത പണമാണ് പിണറായി വിജയനും മകൾക്കും വേണ്ടി മാറ്റിവെച്ചതെന്നും അതിൽ EP ജയരാജന് പങ്കാളിത്തം ഉണ്ടായിരുന്നുവെന്നുള്ള ആരോപണങ്ങളാണ് നേരത്തെ വന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് 600 കോടി രൂപയുടെ മൊത്തം കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട്, ലോൺ കൊടുത്തിട്ടുണ്ട്. അതേപോലെ കള്ള അക്കൗണ്ടുകളിലൂടെ പണ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ EP ജയരാജൻ മുതൽ ഇങ്ങോട്ടുള്ള പ്രമുഖരായ നേതാക്കന്മാർ ആണ് ഇതിനകത്തെല്ലാം ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് AC മൊയ്തീനാണ്. ഇതിൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് AC മൊയ്തീനെ അറസ്റ്റ് ചെയ്തത്? എന്തുകൊണ്ടാണ്
EP ജയരാജൻ അറസ്റ്റ്, എന്തുകൊണ്ടാണ് MK കണ്ണനെ അറസ്റ്റ്, എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ മകളെ അറസ്റ്റ് ചെയ്തത്? മകളറിയാത്ത ഒരു കാര്യവും ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്ത് വിദേശത്തേക്ക് പോയി അതുവഴിയാണ് പിണറായി വിജയൻ്റെ മകൾക്കും മകനുമുള്ള അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തതെന്നുള്ള വിവരങ്ങളാണ് നേരത്തെ വന്നിട്ടുള്ളത്. എന്തായാലും മാർക്സിസ്റ്റ് പാർട്ടിയെ മൊത്തം നശിപ്പിക്കാനും ഓപ്പറേഷൻ താമര തൃശ്ശൂർ നടപ്പിലാക്കാനുമുള്ള പദ്ധതി സുരേഷ് ഗോപി തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ഭാഗത്തിൽ പൂർണ്ണമായി വരുമ്പോൾ മറ്റു ബാങ്കുകളിലേക്കും കൂടി കടക്കുമ്പോൾ തൃശ്ശൂർ മൊത്തമായിട്ട് പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് സുരേഷ് ഗോപി ലക്ഷ്യമാക്കുന്നത്. അതേ ഇലക്ഷനിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. ആ നടപടികൾ വഴി നിക്ഷേപകർക്ക് പണം കൊടുക്കുമെന്നുള്ളതാണ്. എന്നാൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്നുള്ള ചോദ്യത്തിന് പിണറായി വിജയനും കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള ബന്ധം അത്രയും ശക്തമാണ് എന്നുള്ള ഉത്തരമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. നന്ദി, നമസ്കാരം.